എല്ലാവർക്കും ലൈഫ് ടൈം ജെൻസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഒരുപാട് സന്തോഷത്തോടെയാണ് നിങ്ങളെ മുന്നിലിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ 1.5 വർഷത്തിൻ്റെ ശേഷം എൻ്റെ മോൻ ഇന്ന് നാട്ടിലെത്തിയിട്ടുണ്ട്. കാരണം അവന് എന്താ പറയുക, ലീവൊക്കെ കിട്ടാതെ കുറേ ലേറ്റായി പോയതാണ്. 1 വർഷത്തിൽ 1 മാസം ലീവ് ഉണ്ട് ശരിക്കും അവന്. പക്ഷേ ഒരു കുട്ടിക്ക് നാട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ലീവ് അവൻ്റെത് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത്, അത് കഴിഞ്ഞപ്പോൾ പിന്നെ ജോലിയിൽ ചെറിയൊരു മാറ്റം വന്ന് അങ്ങനെ പിന്നെ 2 പ്രാവശ്യം എടുത്ത ടിക്കറ്റും ക്യാൻസലായതാണ്. അപ്പോൾ ഇതിപ്പോൾ ഈ വീഡിയോ നിങ്ങളെ മുന്നിൽ എത്തുന്നത് കുറേ ലേറ്റ് ആയിട്ടായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വെള്ളപ്പൊക്കവും വയനാട്ടിലെ സംഭവങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പം അതുകൊണ്ട് നമുക്കും അത് എടുത്തിടാനുള്ളൊരു മാനസികാവസ്ഥയിലല്ലായിരുന്നു ആരും അല്ലേ. അപ്പോൾ അവൻ ഒരുപാട് സർപ്രൈസൊക്കെ ആയിട്ടാണ് അവൻ വന്നത്. പക്ഷെ അതിലേറ്റവും ഞങ്ങൾക്ക് അവനെ കണ്ടത് തന്നെയാണ് ഏറ്റവും വലിയ ഞങ്ങളൊരു സന്തോഷം. കാരണം ഈ ഒരു അവസരത്തിൽ അവനും അവിടെ നിൽക്കുമ്പോൾ ഭയങ്കര വിഷമായി. കാരണം ഇവിടെ വെള്ളം എന്താ സ്ഥിതി എന്നൊന്നും അറിയില്ലല്ലോ. അവനാണ് ഞങ്ങളെ വിളിച്ച് പറയുന്നത് രാവിലെ, ഇങ്ങനെയാണ് വെള്ളം പൊന്തുന്നുണ്ട്, നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ എന്തെങ്കിലും എന്ന് വെച്ചിട്ട് പുലർച്ചയ്ക്ക് അവൻ വിളിക്കുക ഞങ്ങളെ. അതിൻ്റെ ശേഷമാണ് ഇവർ കണ്ണേട്ടൻ പുറത്ത് പോയി നോക്കിയപ്പോൾ വെള്ളം പുഴയിൽ നിന്നൊക്കെ കയറി റോട്ടിലേക്ക് ഏകദേശം എത്താൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ വന്ന് പിന്നെ ഞങ്ങൾ സാധനങ്ങളൊക്കെ കയറ്റി വെച്ച് വെള്ളം കയറി എന്ന് പറഞ്ഞ പാടന്നെ ഞാൻ അനിയത്തീനെ വിളിച്ചിരുന്നു. അപ്പോൾ അനിയത്തീൻ്റെ ഭർത്താവും മോനും കൂടിയാണ് വേഗം അവർ വണ്ടി എടുത്ത് വന്നിട്ടാണ് സാധനങ്ങളൊക്കെ കയറ്റി വെക്കാനൊക്കെ സഹായിച്ചത്. ഓരും കൂടി ഹെൽപ്പ് ചെയ്തിട്ടാണ്. ഫ്രിഡ്ജൊക്കെ മുകളിൽ കയറ്റാൻ കണ്ണനൊറ്റയ്ക്ക് കഴിയില്ലല്ലോ. ഒക്കെ ചെയ്ത് ഞങ്ങൾ ഇവിടുന്ന് മോളെ വീട്ടിലേക്കും ഞങ്ങളെല്ലാവരും ഏട്ടൻ്റെ വീട്ടിലും അമ്മേൻ്റെ അനിയത്തിൻ്റെ വീട്ടിലും ആക്കി. അമ്മേൻ്റെ അനിയത്തിൻ്റെ വീട്ടിലേക്ക് വിളിച്ചതാണ് എല്ലാവരെയും കൂട്ടിയിട്ട്. പിന്നെ ഞങ്ങളിങ്ങനെ 3 സ്ഥലത്തായിട്ടായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. അവൻ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത്. അവൻ വരുന്ന തീരെ പ്രതീക്ഷയില്ല ഞങ്ങൾക്ക്. ഞങ്ങളടുത്ത് ആരടുത്തും പറഞ്ഞിട്ടുമില്ല. പറയാത്തത് ഇതാണ് കാരണം. 2 പ്രാവശ്യമല്ല ലീവ് ഇങ്ങനെ നീട്ടിയിട്ട് കുട്ടികളും ആകെ ടെൻഷനാവും. കാരണം അത്രയും ആശിച്ചാണ് ഫസ്റ്റത്തെ ലീവിൽ മോനൊക്കെ ഇവിടെ ഇരുന്നത്. അപ്പം അതൊരു വിഷമാവണ്ടെന്ന് വെച്ചിട്ടാണ് ഞങ്ങളോട് പറയാതിരുന്നത്. പെട്ടെന്ന് വന്നതാണ്. അവൻ്റെ ഒരു ഫ്രണ്ട് മാത്രമേ അറിയൂ. അപ്പം രാവിലെ ഏട്ടൻ്റെ വീട്ടിൽ ഇരിക്കുമ്പോൾ പെട്ടെന്നാണ് ഞങ്ങളെ കാറ് വന്നിട്ട് വീട്ടിൻ്റെ മുന്നിൽ നിൽക്കുന്നത് ഇങ്ങനെ കാണുന്നുണ്ട് ഞാൻ. അപ്പോൾ കാറ് ഇങ്ങോട്ട് വീട്ടിലേക്ക് കയറൂല. അപ്പോൾ ഇതെന്താ ഞാൻ വിചാരിച്ചു. അപ്പോൾ ക്ലീൻ ചെയ്യാൻ അവൾ വരാമെന്ന് തലേ ദിവസം വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു. കാരണം വർക്ക് ഏരിയയിൽ കുറച്ച് കയറിയിട്ടുണ്ടായിരുന്നു വെള്ളം. വാഷിംഗ് മെഷീനൊക്കെ കുറച്ച് വെള്ളത്തിലായിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളിലേക്കൊന്നും അങ്ങനെ കയറിയിട്ടില്ല. എന്നാലും സാധനങ്ങളൊക്കെ നമ്മൾ എങ്ങനെയോ വാരി വലിച്ചിട്ട് പോയതാണല്ലോ. പെട്ടെന്നാണല്ലോ ഇത് കയറുന്നത് അറിയാം നമ്മൾ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പെട്ടെന്ന് തന്നെ വേഗം കയറിയിട്ടുണ്ട് ഇങ്ങോട്ട് വെള്ളം. അപ്പം അതുകൊണ്ട് വേഗം ഒരുമാതിരി ഒരുക്കി കൂട്ടി പോയത്. അപ്പം അതൊന്ന് ക്ലീൻ ചെയ്യാൻ എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ അപ്പോൾ കുട്ടികളും കൂടെ ഉണ്ട്. അപ്പോൾ ഉണ്ണീൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അപ്പു. അവനാണ് ഉണ്ണി ഇല്ലാത്തപ്പോൾ ഞങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കാൻ അധികം അവൻ്റെ സമയം ഉണ്ടെങ്കിൽ അവനാ വരിക. അപ്പോൾ കൂടെ അവനാ ഉള്ളത് എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എന്നിട്ട് ഞാൻ വീട്ടിൽ നിന്ന് എന്താ പറയുക, ഏട്ടൻ്റെ മക്കളെ ആരെങ്കിലും താഴേക്ക്, മഴയുണ്ട്, താഴേക്ക് പറഞ്ഞയക്കാൻ വേണ്ടി പോകുമ്പോഴാണ് ഇവർ കൈ പിടിച്ചിങ്ങോട്ട് കയറി വരുന്നുണ്ട്. ഞാൻ താഴേക്ക് ഇറങ്ങി നോക്കുമ്പോഴാണ് അത് മോനാണ്ട് എന്നുള്ളത് അറിയുന്നത്. സത്യം പറയുകയാണെങ്കിൽ ഞെട്ടിപ്പോയി. ഭയങ്കര ഒരു എന്താ പറയുക, സന്തോഷമോ സങ്കടമോ എന്താണെന്ന് അറിയുന്നില്ല. കാരണം തീരെ പ്രതീക്ഷയല്ലേ ഈ സമയത്ത് അവൻ എത്തുന്നുള്ളത്. അങ്ങനെ പിന്നെ വന്ന് ഇവിടെ നിന്ന് ഇവരെ വീട്ടിലൊന്ന് കയറി കുട്ടികളെയും കൊണ്ട് അവരിങ്ങോട്ട് പോന്ന്. പിന്നാലെ തന്നെ ഞങ്ങളും വേഗം ഒരു ഓട്ടോ വിളിച്ചിട്ട് ഞങ്ങളും പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ എത്തി. ഇവിടെയൊക്കെ ക്ലീൻ ചെയ്ത് അവിടെ നിന്ന് അവനാകെ ടെൻഷനായിട്ടാണല്ലോ വന്നത്. എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ 2018 കയറിയ വെള്ളം ഇതേപോലെ ഇങ്ങോട്ട് വെള്ളം കയറുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് സാധനമൊന്നും ഇതേപോലെ എടുത്ത് വെക്കാം. അന്ന് ഞങ്ങൾ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടാണ് പോയത്. കുറച്ചൊക്കെ ഇവിടെ താഴെയും കിടക്കുന്നുണ്ടായിരുന്നു. അത് പിന്നെ അന്ന് അവൻ കണ്ണൂരായിരുന്നു അന്ന് അവൻ്റെ ഡ്യൂട്ടി. അപ്പം അത് കഴിഞ്ഞ് വന്നിട്ട് പിറ്റേ ദിവസം കുട്ടികളെയൊക്കെ ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടി വന്നിട്ടാണ് ബാക്കി സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചത്. 2019 ഇതേപോലെ അന്ന് ഞാൻ ഒരു വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് എത്താനും ലേറ്റായി. കണ്ണേട്ടനും ഇതേപോലെ എന്തൊക്കെയോ പ്രശ്നത്തിൽ പെട്ടിട്ട് ഞങ്ങളിവിടെ എത്താൻ ഭയങ്കര ലേറ്റായിപ്പോയി. ഇരുടുമായി. ആ വെള്ളം കയറുന്ന കാണുമ്പോൾ നമുക്ക് ലൈറ്റ് കറണ്ടൊക്കെ ഓഫ് ചെയ്യുമല്ലോ. അപ്പോൾ ആ ഇരുട്ടത്ത് എങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ നിന്ന് പോയത് തന്നെ. അവർ ഇവിടെ നിന്ന് അടുത്തുള്ള ആൾക്കാരൊക്കെ ഓട്ടോ വിളിച്ച് വന്നിട്ട് വേഗം
എങ്ങനെയോ രക്ഷപ്പെട്ടു പോയതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സാധനങ്ങളൊന്നും എടുത്ത് വെക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. പക്ഷെ ആ വെള്ളം നമുക്ക് ഉള്ളിലൊക്കെ കുറച്ച് കയറിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടെൻഷനൊക്കെ കൂടിയാണ് അവൻ ഈ 10 ദിവസത്തെ ലീവ് എടുത്ത് അവൻ വന്നത് കേട്ടോ. ഞങ്ങളിപ്പോൾ വന്നിട്ട് ഇവിടെ ഒരു 10 വർഷത്തോളമായി. പക്ഷേ ആ 10 വർഷത്തിലൊരു 5 വർഷത്തിൻ്റെ ശേഷമാണ് ആ ഒരു 2018 മഴയ്ക്ക് വെള്ളം കയറിയത്. സാധാരണ ഒരു മഴ പെയ്യുകയാണെങ്കിൽ വീട്ടിൻ്റെ മുറ്റത്ത് പോലെ ഒരു തുള്ളി വെള്ളം നിൽക്കുക, അങ്ങനത്തെ ഒരു ഇതും ഉണ്ടാകാറില്ല. അടുത്തു കൂടെ ഒരു പുഴ പോകുന്നുണ്ട്. അപ്പോൾ ഉരുൾപൊട്ടലും ഡാം തുറക്കലും ഒക്കെ ആയിട്ടാണ് ഇപ്പോൾ ഈ 2 പ്രാവശ്യം ഇവിടെ വെള്ളം കുറച്ച് കയറിയത്. ഇപ്രാവശ്യം അതേപോലെ തന്നെ വയനാട്ടിലെ ഉരുൾപൊട്ടൽ ഉണ്ടായതുകൊണ്ടാണ് വെള്ളം വന്നത് കേട്ടോ. ഇപ്പം നമ്മൾ വെള്ളപ്പൊക്കത്തിൻ്റെ ഒരു കാര്യത്തിലേക്കായി പറയാൻ വന്ന മെയിനായിട്ടുള്ള കാര്യം മോൻ വന്ന ഒരു സന്തോഷമാണ്. അപ്പോൾ അത് നമുക്കിനി കുറേ 2-3 സർപ്രൈസുകളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ നേരിട്ട് കാണാം. നമ്മുടെ ചാനൽ കണ്ടിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. എന്ത് കമൻറ്റുകൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അറിയിക്കാം. അപ്പം നമ്മൾ ആദ്യത്തെ സർപ്രൈസിലേക്കാണ് പോകുന്നത്. നമ്മളവിടെ ക്ലീൻ ചെയ്യായിരുന്നു. അപ്പോൾ എന്നോട് ഡ്രസ്സ് മാറ്റിയിട്ട് ഇവിടെ വന്നിരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കട്ടിൽ വന്നിരുന്ന് അമ്മയും കുട്ടികളും എല്ലാവരും കൂടി വന്നിരുന്നു. അപ്പോഴാണ് ചെയിൻ ഊരി മാറ്റാൻ പറഞ്ഞ് കഴുത്തുന്നു. ചെയിനും ഊരി മാറ്റിയപ്പോൾ എനിക്ക് അവനൊരു മലബാറിൻ്റെ ഒരു ബോക്സ് കയ്യിൽ തന്നു. ഞാനത് തുറന്ന് നോക്കുമ്പോൾ അതിലൊരു ചെയിനാണ് കേട്ടോ. എന്താ പറയുക, ശരിക്ക് ഒരുപാട് സന്തോഷം തോന്നി എനിക്കത് കണ്ടപ്പോൾ കേട്ടോ. എന്താണ് പറയേണ്ടതെന്ന് എനിക്കൊന്നും അറിയുന്നില്ല. കാരണം നമ്മളെ മക്കൾ നമ്മളെ എപ്പോഴും ഓർക്കുന്നുണ്ടല്ലോ എന്നുള്ളതിൻ്റെ ഒരു തെളിവാണല്ലോ ഇതൊക്കെ. നമുക്ക് വേണ്ടി അവരെന്തെങ്കിലും വാങ്ങിത്തരിക എന്ന് പറയുമ്പോൾ നമുക്കത് എന്താ പറയുക, അതിൻ്റെ ഒരു മൂല്യം എത്ര വലുതാന്നുള്ളത് നമുക്ക് പറയാൻ പറ്റൂല. അപ്പോൾ നമ്മളെ അവസ്ഥയൊക്കെ അവൻ മനസ്സിലാക്കുന്നുണ്ടല്ലോ എന്നുള്ളത് എനിക്കതൊന്ന് മനസ്സിലായി. എന്തായാലും എവിടെയായാലും അവരൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ. താങ്ക് യു മോനെ, ഒരുപാട് താങ്ക് യു കേട്ടോ. പിന്നെ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയുന്നില്ല. അപ്പം ഇതാണ് ചെയിന്. കണ്ടോ, നല്ലൊരു ചെയിനാണ്. എനിക്കും ഇഷ്ടപ്പെട്ടൊരു പണിയാണിത്. ഞാൻ എപ്പോഴും വിചാരിക്കുന്നൊരു പണിയാത്. അപ്പോൾ അവന് അതറിഞ്ഞുകൊണ്ട് തന്നെ അവൻ അതേ പണി വാങ്ങിയപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. ഇനി അടുത്ത സർപ്രൈസിലേക്കാണ് നമ്മൾ പോകുന്നത്. അതെന്താണെന്ന് അറിയില്ല, അവൻ പറഞ്ഞിട്ടില്ല. അവിടെ എത്തിയിട്ട് അറിയാമെന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ കുറേ ചോദിച്ചിട്ട് അവൻ്റെ അടുത്ത് എന്താണെന്നുള്ളത്. പക്ഷെ അവൻ എന്താണെന്നൊന്നും പറഞ്ഞിട്ടില്ല. മിണ്ടാതിരിക്കാനാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ മൈജീൻ്റെ മുന്നിലെത്തിയപ്പോൾ കാറ് നിർത്തി ഇറങ്ങി. അപ്പോഴെന്താണെന്ന് അറിയുന്നില്ല ഞങ്ങൾക്ക്. അങ്ങനെ ഉള്ളിൽ കയറിയതിൻ്റെ ശേഷമാണ് മോളോട് പറയുന്നത് ഒരു ലാപ്ടോപ്പ് നോക്കിക്കൊള്ളാൻ. കാരണം ലാപ്ടോപ്പ് ആദ്യം ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ കുറച്ചായിട്ട് അത് കേടായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടൊരു ലാപ്ടോപ്പ് വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അവർക്ക്. അങ്ങനെ ലാപ്ടോപ്പൊക്കെ നോക്കി. മക്കൾക്ക് അതിലേറെ സന്തോഷമാണ്. അപ്പോൾ വന്ന് പപ്പേൻ്റെ കൂടെ കറങ്ങാമെന്ന് പറയുമ്പോൾ അവർക്കത് ഏറ്റവും വലിയൊരു കിട്ടലാണല്ലോ. അപ്പോൾ അങ്ങനെ അവരത് വാങ്ങുകയാണ്. വാങ്ങി അവർ തിരിച്ചു വന്ന്. അപ്പോൾ ഒരു ഗിഫ്റ്റിൻ്റെ കൂപ്പൺ ഉണ്ടായിരുന്നു. അതൊക്കെ പൂരിപ്പിച്ച് കൊടുത്ത് ഞങ്ങൾ വീട്ടിലെത്തി. കമ്പ്യൂട്ടർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. മക്കളൊക്കെ ഉണ്ട്. മോൻ അവിടെ ഉണ്ണി വീഡിയോ എടുക്കുന്നതിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. വലിയ ആൾ, ചെറിയ ആൾ ക്ലാപ്പ് ചെയ്യുന്നൊക്കെ ഉണ്ട്. ഇത് കണ്ടിട്ട് നിൽക്കുകയാണ്. ഭയങ്കര എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ മൂപ്പർക്ക് പിന്നെ അതിൻ്റെ മേലെ തന്നെ കളിയാണെങ്കിലും ഒക്കെ. അവൻ പറയുന്നുണ്ട് ശ്രദ്ധിച്ചോളുണ്ട് എന്നുള്ളത്. പിന്നെ നമുക്കിതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം അമ്മ തന്നെ ചെയ്യട്ടെ കേട്ടോ. മോളതാ താഴേക്ക് ഇറങ്ങാൻ നോക്കുകയാണ്. തീരെ കുട്ടി മടിയിലിരിക്കൂല. അവസാനം എനിക്കാണെങ്കിൽ ഭയങ്കര കൈവേദനയും കാലുവേദനയൊക്കെ. അങ്ങനെ ഞാൻ അങ്ങോട്ട് ഇറക്കി വിട്ട് താഴേക്ക്. താഴെ അവൾ അങ്ങനെ കളിച്ചോളും. അതിൻ്റെ
ഉദ്ഘാടനം നടക്കുകയാണ്. അങ്ങനെ അമ്മണി കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്തു. അത് അച്ഛനും മോനും കൂടി ഭയങ്കര സ്റ്റണ്ടാണ്. എന്താണോ അവൻ ചെയ്യുന്നത് അതേപോലെ തിരിച്ചും ചെയ്യും. ഭയങ്കര കടിവീരനാണ്, എല്ലാവരെയും കടിക്കുക. എവിടെയാണെന്നൊന്നും നോക്കൂല, ഭയങ്കര കടിയനാണ്. ഉണ്ണിക്ക് അതൊന്നും അധികം കിട്ടിയിട്ടില്ല, കാരണം മോൻ 1 വയസ്സിൻ്റെ പിറന്നാൾ കഴിഞ്ഞ് പോയതാണ് ആള്. അപ്പം ഇന്ന് രാത്രി നമ്മൾ ചോറും മത്തനും പയറും കറി അവന് ഭയങ്കര ഇഷ്ടമാണ്. അതും പിന്നെ അയില, മുഴുവനോട് അയില പൊരിച്ചതും ആണ്. അത് മതി എന്ന് പറഞ്ഞു, രാത്രിയല്ലേ. പിന്നെ ഇത്തിരി പയർ ഉപ്പേരി പോലെയാക്കി, മെഴുക്ക് പുരട്ടി പോലെയാക്കിയതുമാണ്. അതവന് എന്താ പറയുക, ഇവിടെ ഉള്ളപ്പോഴേ ഭയങ്കര ഇഷ്ടം മത്തനും പയറും കറി വെച്ചാൽ. അയില എപ്പോഴും പറയും, അയില വാങ്ങിയാൽ മുഴുവനോടെ പൊരിക്കണം അമ്മയെന്നറിയും. അപ്പം അതും ചെയ്ത്. പിന്നെ വയ്യ അധികമൊന്നും ചെയ്യാനും, ഇത്രയും പണിയും ഉണ്ടായിരുന്നല്ലോ ഇവിടെ. കുട്ടികൾക്കൊക്കെ ചോറ് കൊടുക്കുകയാണ്. മക്കൾക്ക് വന്ന ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പേൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി കഴിക്കുന്നത്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.